നമ്മൾ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കില്ല. വിവാഹം കഴിച്ചതാണ്. എന്റെ വിവാഹം ഫ്ലോപ്പ് ആയിരുന്നു. എത്ര വർഷം മുമ്പ്? ഞാൻ ഒരു 2 year ബാക്ക് ഒരു കല്യാണം കഴിച്ചു. ഈ ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നൊക്കെ. അങ്ങനെ ഒരു കല്യാണം കഴിച്ചു. ഞങ്ങൾ ആകെ ഒരു 15 ദിവസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ ഞാൻ ദുബായിലേക്ക് പോന്നു. പിന്നെ തിരിച്ചു പോയി, ഉപ്പ മരണം വേണ്ടി തിരിച്ചു പോയി. പക്ഷെ എനിക്ക് എന്താ പറയാ, ഒരു വിവാഹ ജീവിതം എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി എനിക്ക്. അപ്പൊ ഞാന് ഓക്കെ അങ്ങനെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ജാസിയുടെ സർജറി കഴിഞ്ഞ് ജാസി എവിടെ നോക്കിയാലും, അതായത് ഇപ്പോഴും ചില ആൾക്കാർ പറയുന്നുണ്ട് അത് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തതാണ്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ എവിടെയാണ് നിനക്ക് സർജറി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു, എവിടെയാണ് സർജറി ചെയ്തത്. അതുമാത്രവുമല്ല, ഇന്ന് പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ശ്രീ ലക്ഷ്മി, അതായത് ഞാനാണ് ഡ്രസ്സുകളെല്ലാം മാറ്റി കൊടുക്കാറുന്നു. എൻ്റെ മോനെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ വരെ പറയുന്നത് സർജറി കഴിഞ്ഞിട്ടില്ലാന്ന്. അപ്പോഴാണ് ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, ഞാനാണ് ഡ്രസ്സുകൾ മാറ്റി കൊടുക്കാറ്. സർജറി ചെയ്യുന്ന ഭാഗം ക്ലീൻ ചെയ്യുന്നത് പോലെ ഡ്രസ്സുകൾ മാറിക്കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി തന്നെയാണ്. അതൊക്കെ മാറ്റി കൊടുത്തത് ഞാനാണെന്ന് ഒരു സ്ത്രീ വന്ന് പറയുകയാണ്. എന്താണ് ഇവരൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാസി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, മോശമായ രീതിയിൽ പ്രതികരിക്കുന്നത് ഹെൽനോസ് പാർട്ടി ആണെങ്കിൽ മുന്നിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും സ്പാർട്ട വിടാൻ പരിപാടിയേ ഇല്ല. പിന്നെ സ്പാർട്ടയുടെ പഴയ ചങ്ങാതിയാണ് ഈ ജാസി എന്നും ഇതിൽ പറയുന്നുണ്ട്. അതായത് ഇവരൊക്കെ ഭയങ്കര ബന്ധമായിരുന്നു ഒരു 3-4 വർഷം മുമ്പ് വരെ. ഇപ്പോഴിവരെന്തുകൊണ്ടാണ് തെറ്റിയത് എന്ന് പോലും ചില ആൾക്കാർ പറയുന്നുണ്ട്. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായികളാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, നമുക്ക് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതായാലും ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഹെലനെ എന്തിനാണ് പൊക്കി കാണിച്ചത്? ഹെലനെ പൊക്കി കാണിച്ചതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ജാസി പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ആരായാലും പറഞ്ഞു പോകൂലേ, എടി എവിടെയാ സർജറി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞ് ഞാൻ പൊക്കി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ജാസി പറയുന്നത്. പക്ഷേ ജാസിയുടെ സർജറി കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിവാരി എറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 പൈസയുടെ ഗുണമില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജാസി എന്ന് പറയുന്നവന് അയാൾ പണ്ട് ആദ്യം ഒരു കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞു. പിന്നീട് ഡോക്ടർമാരാ പോലും പറഞ്ഞത് കല്യാണം കഴിപ്പിച്ച് കൊടുത്തേ, കല്യാണം കഴിച്ച ഇവൻ്റെ എല്ലാം മാറുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ ഡോക്ടറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഡോക്ടർമാർ മെനക്കെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നു ഇവർക്ക് കാര്യമായിരുന്നു? ഒരുത്തനെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് കഴിപ്പിക്കുക, അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നരകത്തിലാക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. അവന്മാരോടൊക്കെ പറയാണ് മാനമര്യാദയായിട്ട് നോളണം. അല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്ന വാങ്ങിച്ചു പോയിക്കോളുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കയറിയിട്ട് ബ്രോക്കറെ പണി നടത്തണ്ട. ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. ഒരു വെള്ളടിക്കാരനാണെങ്കിലോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലോ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അരവട്ടനാണെങ്കിലോ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ജ്യോതിഷിൻ്റെ അടിക്കോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടിക്കോ, ഇല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ അടിക്കോ എവിടെയെങ്കിലും കൊണ്ടുപോകും. അവിടെ എത്തിയപാട് അവർ കുറച്ച് മരുന്നും മന്ത്രമെല്ലാം കൊടുത്തിട്ട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതായാലും ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കുക. എല്ലാവരുടെയും ഓപ്ഷൻ അതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ശരി, കല്യാണം കഴിപ്പിക്കൽ. അതാരായാലും വേണ്ടിയില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള പരിപാടികളിൽ ഇപ്പോൾ ഈ ജാസി തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ആദ്യം പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് എന്ന്. പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ പറയാം. ഈ ജാസിക്കെതിരെ വരുന്ന ഈ അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് അതിന് ഉത്തരവാദി. എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള കോലം കെട്ടൽ എന്ന് ഇവരെന്തൊക്കെ നടത്തുന്നത്. ഈ ദുബായിലായി കഴിഞ്ഞാലും നാട്ടിലായി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും പണിയെടുക്കാതെ വിവാദപരമായിട്ട് ജീവിക്കണം. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ജോലി ചെയ്ത് അന്തസ്സായി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നാൾ ജോലിയൊക്കെ ചെയ്ത് എന്തോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ജീവിക്കുന്ന ടീമുകൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കോപ്രായങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ജനപിന്തുണ കിട്ടുന്നുണ്ട് എന്ന് അവർ പറയുന്നത്. എനിക്കതിൽ ഇതൊന്നുമില്ല. ഒരുപാട് ജനപിന്തുണകൾ കിട്ടി. ജനപിന്തുണയോട് കൂടിയിട്ട് ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ഒരുപാട് പേരുടെ തെറി ഇങ്ങനെ കേൾക്കുമ്പോഴൊരു സുഖം. ആ തെറിയിൽ നിന്നും കിട്ടുന്നൊരു വരുമാനമുണ്ടല്ലോ, അത് തെടുത്ത് തിന്നും ഒരു സുഖം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും വേറെ ഒന്നുമില്ല. ജോലി ചെയ്യാൻ മടിയാണ്. ഇങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം. ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള പേക്കൂത്തുകൾ വന്ന് കെട്ടത്തില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കിടന്നിട്ട് ഞാൻ ഗർഭിണിയാണ്, ചക്ക തിന്ന് വയറ് വീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇടുക. ആ ഗർഭിണിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അതിൻ്റെ പേരിൽ കിട്ടുന്ന തെറികളും അതിൻ്റെ പേരിൽ കിട്ടുന്ന പൈസകളൊക്കെ ആകുമ്പോൾ ഒരു സുഖം.
കിട്ടണം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കാം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് പറയുന്നു ഞാൻ എൻ്റെ മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ വെച്ച് പിടിപ്പിക്കുകയാണെന്ന്. ഏതായാലും അതും പൊളിച്ചു കൊടുത്തു. കാരണം എന്താ, ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഒരാൾ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. ഇങ്ങനെയൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആരെയും അങ്ങനെ ഒരു സർജറി നടന്നിട്ടില്ല. അതും പൊളിഞ്ഞു, കള്ളത്തരം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ലേബലിൽ പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ്. അത് മുതലെടുപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ള ആണുങ്ങൾ മുഴുവൻ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഞരമ്പന്മാർ എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലാണ്. ഞരമ്പന്മാർ എന്ത് വേഷവും കിട്ടും എന്നുള്ള ചിലത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഞരമ്പൻ, ജാസിയുടെ കാര്യമല്ല ഞാൻ പറയുന്നു, പോട്ടെ ജാസി അവിടെ നിൽക്കട്ടെ, വേറെ ഏതെങ്കിലും ഒരു ഞരമ്പൻ ഇതുപോലെ നാളെ ഞാൻ ഈ സർജറി ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പെൺവേഷവും കെട്ടിയിട്ട് ഇവൻ പെൺകുട്ടികളെ തെച്ച് ഉമ്മവെക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവരെ കെട്ടിപ്പിടിക്കാനോ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കണം. ഇവരാണാണോ പെണ്ണാണോ എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കണം. അല്ലാതെ ഇവിടെ സോഷ്യൽ മീഡിയ അല്ല നിർണ്ണയിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ നിർണ്ണയിക്കുക അല്ലാണ്ട് സോഷ്യൽ മീഡിയ അല്ല ഇത് പറയേണ്ടത്. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെണ്ണാണ് ഇല്ലെങ്കിൽ ഞാനാണ് എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കാണുന്നതൊക്കെ വന്നിട്ട് ഇപ്പം നമ്മൾ ആണായാലും പെണ്ണായാലും ശരി, ഇനിയിപ്പം നമുക്ക് ആണുങ്ങളെ തന്നെ പിടിച്ച് ഉമ്മോക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. അതിന് കേസ് മാറുമായിരുന്നു, വകുപ്പ് മാറും. അതുപോലെ തന്നെയാണ് ഏത് തരത്തിലായാലും ശരി, ഒരാളുടെ ശരീരത്തിൽ ആർക്കും തൊടാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ ആർക്കും ഇതില്ല. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയായപ്പോഴുള്ള ജാസിയുടെ ഇൻ്റർവ്യൂ ആണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോഴാണ് ഏതോ ഒരു പെണ്ണ് ഇതിൻ്റെ പേരിൽ ബലിയാടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു പാവം വീട്ടിലെ പെണ്ണായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീധനൊന്നും കൊടുക്കാനില്ലാത്ത അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട വീട്ടിലേതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊരു കാര്യമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാലെന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി അങ്ങ് സമ്മതിച്ചിട്ടും ഉണ്ടാകും. ഏതായാലും ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ തന്നെ ആ പെണ്ണ് ജീവനും കൊണ്ട് ഓടി എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന് ഏകദേശ കാര്യങ്ങളൊക്കെ ആ സമയമാകുമ്പോഴേക്കും മനസ്സിലായി പോലും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇപ്പോഴേ കുറേ നാളുകളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാസിയും ജാസിയും തമ്മിലുള്ള ഫൈറ്റും പിന്നെ ഇതിൻ്റെ കൂടെ നടക്കുന്ന നമ്മുടെ ആസി എന്ന് പറയുന്ന ഒരുത്തൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും നമ്മൾ ഗൗനിക്കണം. കാരണം വെറുതെ അങ്ങ് വിട്ടാൽ പോരാ. കാരണം അവനും ഇതേപോലെ തന്നെ ഈ വേർപ്പിൻ്റെ അസുഖമുള്ളവൻ തന്നെയാണ്. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ വേർപ്പിൻ്റെ അസുഖം തന്നെയാണ്. ഇതൊക്കെ വിട്ട് നമുക്ക് നേരായ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും, നമ്മൾ ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേർപ്പ് കൂട്ടുന്ന അസുഖമായിരിക്കും. അതുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക, വിവാദത്തിലൂടെ ജീവിക്കുക എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ മറക്കാതെ എന്ന് പറഞ്ഞ് എഴുതുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടാകും. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായ ഒരു പ്രവൃത്തി തന്നെയായത്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ബൈ ബൈ.